അടിപൊളിയാക്കിയിട്ടുണ്ട് ഗേസ്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ സൺഡേ അടിപൊളിയായിട്ടുണ്ട്. കാരണം ന്യൂ ഇയറൊക്കെ ആയിട്ടേ ഇടയ്ക്ക് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഇവിടെ ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി പോകണേ നല്ല രസമാണ് കേട്ടോ. നല്ല പ്ലേസ് കിട്ടും, നല്ല കാലാവസ്ഥ, ഇതുമാതിരി തണുപ്പൊക്കെ കിട്ടാം. എന്ത് ഫുഡാ വേണ്ടു? ഫ്രൈഡ് റൈസ് വേണ്ടും, ബിരിയാണിയോ വേണ്ടേ? അപ്പം ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഞങ്ങൾ ഒത്തിരി ദിവസമായി ഞങ്ങൾ പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല, പാർക്കിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പം അവിടേക്ക് ഞങ്ങൾ പോകാൻ കേട്ടോ. ഹായ് ഗെയ്സ്, അപ്പോൾ കുറേ നാളായിട്ട് ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഒത്തിരി ആഗ്രഹം കേട്ടോ എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ. അപ്പം ഇന്ന് തലേ ദിവസം തന്നെ ഇക്കാനോട് പറഞ്ഞു നാളത്തെ ഞാൻ കുക്കിങ് ചെയ്യണില്ല, ആ കുക്കിങ്ങിൻ്റെ പൈസയും കൊണ്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഇക്ക സമ്മതിച്ചു കേട്ടോ. എന്നും ഇക്ക അങ്ങനെ സമ്മതിക്കാറില്ല, കാരണം ഇക്കാക്ക് ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ല, വീട്ടിൽ ചെയ്യണം. ബിരിയാണി ഞാൻ ചെയ്യണം, അതേ നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും എന്തായാലും ഞാൻ ചെയ്തിട്ട് മീനോ ബീഫോ കിട്ടി അതാണ് ചെയ്ത് വീട്ടിൽ കഴിക്കലാണ് കേട്ടോ. ഇക്കാക്ക് ഇഷ്ടം. ഇക്കാക്ക് അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇക്ക സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ. കുറേ ദിവസമായി ഞാൻ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എനിക്കും ഒത്തിരി ആഗ്രഹം ഹോട്ടലിൽ നിന്ന് കഴിക്കണം. എന്നും ഇപ്പോൾ ഞാൻ എന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കേട്ടോ. അങ്ങനെ എന്നതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇക്കാക്ക് നല്ല ചിക്കൻ ബിരിയാണി, കേരള ബിരിയാണി ഓർഡർ ചെയ്തു. എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു. എനിക്ക് ഒത്തിരി ദിവസമായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു. അതങ്ങോട്ട് സഫലീകരിച്ചു കേട്ടോ. അങ്ങനെ ചിക്കൻ ചില്ലിയും വാങ്ങിയിട്ടുണ്ട്. ഞാനും മോനും അതും കഴിച്ചു, ബിരിയാണിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒത്തിരി നാളായി നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, പുറത്ത് പോയി എൻജോയ് ചെയ്യുക. കുറേ ദിവസമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്തോ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെ വരും കേട്ടോ. വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഫീസ് അടക്കണേ, ഒന്നല്ലേ ബില്ല് അടക്കണം, ആ അടക്കല് ഈ അടക്കല്, മൊത്തത്തിൽ കൺഫ്യൂഷനായിരിക്കും. ഇക്കാക്കും കൺഫ്യൂഷനായിരിക്കും, സങ്കടമായിരിക്കും, എനിക്കും സങ്കടം. പിന്നെ ഇക്കാനോട് ഞാൻ പറഞ്ഞു നമ്മൾ പുറത്തേക്കൊന്ന് പോകുക എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ ലൈവ് എപ്പോഴും 2 നേരം ലൈവും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ലൈവിൻ്റെ കാര്യം പറയണല്ലോ, പ്രശ്നങ്ങളോ ആ ഒരു പ്രശ്നങ്ങൾ വേറെ. നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഈ ലൈവിൽ ഒത്തിരി പ്രശ്നങ്ങൾ, എൻ്റെ അല്ലോ കേൾക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് തീരുമാനിച്ചു, നമ്മളെ പ്രശ്നങ്ങളൊന്നും തീർന്നോണ്ടല്ലോ. അപ്പോൾ ലൈവിലായാലും ജീവിതത്തിലായാലും സാമ്പത്തികമായിട്ടാണെങ്കിലും എന്ത് പ്രശ്നമായാലും അതിന് നമ്മൾ മുന്നോട്ട് മല്ലടിച്ച് ജീവിക്കുക, അതാണ് എൻ്റെ ഒരു തീരുമാനം കേട്ടോ. അങ്ങനെ ഇന്ന് നേരം വിളിക്കുമ്പോൾ എൻ്റെ പൊന്നെ ലൈവ് ഇട്ടിട്ട് ഒത്തിരി തെറി, അതും പച്ച തെറി. ഞാനൊന്നും വേണ്ടി ഞാൻ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ വേറൊരു എന്നെ സപ്പോർട്ട് ചെയ്യണ വേറെ എൻ്റെ ഒരു ഇത് അതിൽ വന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഒത്തിരി പേരുണ്ടല്ലോ, ആരെങ്കിലും അവർ വന്നാൽ അവരെയും തെറി വിളിക്കുക. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ലാസ്റ്റ് വേറൊരു ഞാൻ ബ്ലൂ കൊടുത്ത ഒരാൾ ടൈം ഔട്ട് ചെയ്ത്. എന്തിനാ ഇങ്ങനെ ചെയ്യണല്ലേ? ഒന്ന് ആലോചിച്ചാൽ അവരെത്തും പിടിയില്ല. എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ നന്നാവും? ഈ ലോകത്ത് ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാരാണല്ലേ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. തളരില്ല, എന്തായാലും മുന്നോട്ട് തന്നെ പോകും കേട്ടോ. അങ്ങനെ സന്തോഷങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിപ്പിടിച്ച് സന്തോഷത്തോടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അങ്ങനെ വീട്ടിൽ പുറത്ത് പോയിട്ടോ. പാർക്കിലോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് വെയിലായിരുന്നു കേട്ടോ. വെയിലായ കാരണം ഞങ്ങൾ നേരെ പ്രൂഫിൽ പോയിട്ടോ. എന്തായാലും ന്യൂ ഇയറും ക്രിസ്മസൊക്കെ വരികയല്ലേ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബ്രൂഫിൽ പോയിട്ടോ. എൻ്റെ അല്ലോ പൊന്നെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഡെക്കറേഷൻ ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത്ഭുതമായി എനിക്ക് കണ്ടപ്പോൾ. കാരണം എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോയി എൻജോയ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുള്ള ജീവിതമായിരിക്കും, പക്ഷേ ഈ ലൈവിലുള്ള നാറികൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള തൻ്റെ ഇല്ല കേട്ടോ. എന്താ ചെയ്യുക, ജീവിച്ച് പോകണ്ടേ. നമ്മളെന്തായാലും ബലമായിട്ട് തന്നെ മുന്നോട്ട് പോകും കേട്ടോ. കാരണം ഇങ്ങനെയുള്ള തെണ്ടികൾക്ക് നല്ലൊരു പണി കൊടുക്കണം, 8ൻ്റെ ഒരു പണി കൊടുക്കണം. നമ്മളാരും കൊടുക്കാത്തത് ഇതുകൊണ്ടാണ് ഈ നാറികൾ ഇങ്ങനെ വരുവാറുണ്ട്. അപ്പോൾ നമ്മൾ എവരെ പറയുമ്പോൾ അതിനേതായിട്ടുള്ള ആക്ഷനും നിയമങ്ങളും ഒക്കെ ഇല്ല, അതിൻ്റെ വഴിക്ക് പോകണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ഇനി തീരുമാനിച്ചിരിക്കണേ കേട്ടാ. ഹലോ, ക്യാപ്സിയാണ്. ന്യൂ ഇയർ ആയിട്ടില്ലേ? ന്യൂ ഇയർ ആയിട്ടില്ലേ ഇത്രയും അല്ലേ? ന്യൂ ഇയർ ആയിട്ട് കണ്ടോ? ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പം നല്ല എന്താ പറയുക,
അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ബ്രൂഫ്വേയില്. അവിടെ കണ്ട അവിടെ അതെന്താ KFC അവിടെ ബക്കറ്റിൽ ഇരിക്കുന്ന KFC ന്യൂ ഇയർ ഓഫർ ആക്കാറും കേട്ടോ. ന്യൂ ഇയറും ക്രിസ്മസും ഒരുമിച്ചിട്ടല്ലേ ആ ടൈമിൽ എല്ലാം സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ പ്രൂഫിലത്തെ കുറേ വീഡിയോസിൽ കണ്ടതല്ലേ. ഇനി അപ്പുറത്ത് പോവാം. എൻ്റെ ബക്കറ്റിൽ KFCയുടെ പരസ്യമാണ് കേട്ടോ. ബക്കറ്റിൽ KFCയുടെ പരസ്യമാണ്. അവിടേക്ക് എന്തോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഓഫർ ഉണ്ട് എന്നിട്ട് തോന്നി കണ്ട. ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട. അതിന് മേലെ സ്നോ ആണ് കേട്ടാ. അങ്ങനെ ഇതാ സ്വത്തുവിൻ്റെ ആ എന്നത്തെയും പരിപാടി പുറത്തിറങ്ങിയാലുള്ള പരിപാടിയും വാശിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാ. സ്വത്ത് വെറൈറ്റിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് എന്താണെന്നറിയില്ല ആൾക്കാരെ കണ്ടാലും എനിക്ക് ഒരുമാതിരി ടൈപ്പാണ് കേട്ടോ. അങ്ങനെ സ്വന്തത്തിൽ കൂടിയും ബന്ധത്തിൽ കൂടിയൊക്കെ പോയി എനിക്ക് അപ്പം പറയും വീട്ടിലേക്ക് പോകണം. ഇതിപ്പോൾ ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അവിടെ പോയിട്ട് കളിക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് പോരണ്ടെന്ന് പറഞ്ഞിട്ടില്ല വാശിയും കരച്ചിലുമായിരുന്നു. അങ്ങനെ കുറേ നേരം കരഞ്ഞു. അങ്ങനെ അവൻ്റെ വാശി തുടങ്ങിയതും വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ റിട്ടേൺ പോയിട്ട് അവിടെ അവനെ ഇരുത്തി. അങ്ങനെ അവിടെ കുറേ നേരം കളിച്ചിരുന്നു കേട്ടോ. ഒത്തിരി നേരം കളിച്ചു എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം കളിച്ചു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. സ്വത്ത് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് കേട്ടോ. അങ്ങനെ എല്ലാ മക്കളെയും പോലെയല്ല കേട്ടോ. അവന് വിചാരിക്കണം എന്താണോ അത് അവനക്ക് കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം മാറും. ഇവിടെ ഇപ്പോൾ എത്ര കാലം വന്നാലും ഇവിടുന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവന് കരഞ്ഞുങ്ങാണ്ട് തിരിച്ചു പോകൂ. അങ്ങനെയൊക്കെയാണ് എൻ്റെ പൊന്നെ. ഒത്തിരി പ്രയാസമാണ് ഇവിടെ വന്നത്. അതാണ് ഇക്ക ഒന്നും ഇങ്ങനെ കൊണ്ടുവരാൻ മടിക്കണേ ഇവൻ്റെ വാശി കാരണം. നമ്മൾ പർച്ചേസിങ്ങിന് പോയാൽ ഇതേ അവസ്ഥ തന്നെയാണ്. ആ പർച്ചേസിങ് ചെയ്യണ അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പല വാശി കാണിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നമാണ് സ്വത്തുനെയും കൊണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഹലോ, എൻ്റെ ഇക്കാനെ കണ്ടിട്ടില്ലല്ലോ. അതാണ് എൻ്റെ ഇക്ക. മനസ്സിലായോ? ഭയങ്കര പണിയിലാണല്ലേ. ഓക്കെ. അങ്ങനെ ഇതാ സ്വത്തുവിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങിയിട്ട് ഓരോരോ സ്ഥലത്തും കളിക്കുന്ന സ്ഥലത്തൊന്നും പോകുമ്പോഴും ഇങ്ങനെ കരഞ്ഞുങ്ങാണ്ടാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി കരഞ്ഞുങ്ങാണ്ടാണ് കേട്ടോ. ഭയങ്കര കൊഞ്ചലും വാശിയാണ് കേട്ടോ. ഓനുണ്ട് വിചാരിക്കണുണ്ട് നടത്താൻ. ഇപ്പോൾ അവിടുന്ന് പോന്നീനില്ല കരച്ചിലും വാശിയാണ് കേട്ടോ. ഈ ഒരു കാണുന്ന വാശി കേട്ടോ. ഇക്ക എപ്പോഴും പറയും ഇങ്ങനെ വാശിക്ക് നിന്നൊടുക്കാതെ എങ്ങനെ വാശിക്കുന്നു. ഞാനാണ് കേട്ടോ വാശിക്ക്. ഓൻ എന്ത് പറഞ്ഞാലും വാശിക്ക് അങ്ങനെ നിന്നൊടുക്കും കേട്ടോ. പക്ഷേ കരച്ചിൽ കണ്ടോ, ഈ കരച്ചിൽ എന്തോരം കരച്ചിലാണ്. അവിടെ ഫുള്ളായിട്ട് കരച്ചിൽ തന്നെയായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് എന്താണ് വെറൈറ്റി ആയിട്ടിട്ടാ എന്താ നീ ഇവിടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. ഗെയ്സുകളെ ഇവനക്ക് അറിയാണ്. ഇവൻ എപ്പോഴും പുറത്തിറങ്ങിയാൽ ഇക്കായി ഞങ്ങൾ എവിടെയും കൊണ്ടുപോകാത്ത പ്രശ്നം ഇവൻ്റെ ഈ സ്വഭാവം കാരണമാണ് കേട്ടാ. ബാ അപ്പോൾ കണ്ട അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആയിട്ടുള്ള സെറ്റപ്പ്, ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. ഈ ഒരു സംഭവം കണ്ട അടിപൊളിയല്ലേ. ഇക്കാനാരും കണ്ടിട്ടില്ലല്ലോ, ഇക്കാനാരും കണ്ടിട്ടില്ല അങ്ങനെ ഒരേ പരാതിയല്ലേ. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇക്ക കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ
കണ്ടിട്ടില്ല. എന്നാലും എന്ത് വീഡിയോയിൽ നിൽക്കൂലേ നിങ്ങളെല്ലാവരും പറയണില്ലേ. ഇതാട്ടോ അവരെ വീഡിയോയിൽ നിൽക്കായല്ല കേട്ടോ. ഇതാണ് എൻ്റെ ഇക്കാട്ടാ, കണ്ടല്ലോ. അപ്പോൾ ഷോർട്സിലും കാര്യങ്ങളിലും വരാത്ത കണ്ടിട്ട് വീഡിയോയിലൊക്കെ വരൂലേ എന്ന് ഒരുപാട് വരാത്തില്ലായിരുന്നു. തീർന്നാ അപ്പം ഞങ്ങൾ ഗ്രൂപ്പിലാണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായിക്ക എന്താണ് പുറത്ത് കൂട്ടിയിട്ട് പോകാത്തത്. അവന്റെ കരച്ചിൽ ഇനി നിന്നിട്ടില്ല കേട്ടോ. അപ്പൊ ബ്രൂഫിൽ ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പൻ തുടങ്ങിയ കരച്ചിൽ ഈ ലാസ്റ്റ് വരെയും കരച്ചിൽ നിർത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് അവസ്ഥ. അതാണ് ഞങ്ങളെ പുറത്തു കൊണ്ടാൻ ഇത്ര പ്രയാസം. ആ തല വലുതായപ്പല്ലേ അതല്ലേ പറയണേ. ഇടുക്കി ലാസ്റ്റ് ഇപ്പൊ റിമോട്ട് കാരണം പറ്റിക്കുന്നു. റബ്ബേ ഇവനെ കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. സാധനങ്ങൾ കുറെ കളിക്കുന്ന സാധനങ്ങളുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോ ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ വന്ന ഐസ്ക്രീം ഒന്നും വേണ്ട, ചോക്ലേറ്റ് ഐസ്ക്രീം മതി. ഈ കരച്ചിലെങ്ങനെ മാറിയത്? സൂപ്പിട്ടത് ഐസ്ക്രീം കഴിക്കാം. ഒരു വലിയ മണ്ണി വന്നിട്ട് ഐസ്ക്രീം കഴിക്കാം. ഇതാ കഴിക്കുന്നേ. മറ്റേ ഐസ്ക്രീം ആണ് ആശംസ കാര്യം ഉണ്ടല്ലേ. അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും തന്നെ കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കണല്ലേ. ഹാപ്പിയായാ? നീ പിന്നെന്താ നിനക്ക് വാങ്ങിച്ചത്? ജംസ് വാങ്ങിട്ടാ. ജംസ് വാങ്ങി പിന്നെ ഈ ഐസ്ക്രീം കഴിച്ചിട്ടാ. ഷുഗറാണ് കണ്ടാ കൊടുക്കുമ്പോ കഴിക്കണ്. ബ്രൂഫിലാണ് കേട്ടോ. ലുലു മാള് പോലെ തന്നെ അടിപൊളി പ്ലേസ് ആണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല ഒരുങ്ങി ഇരിക്കുന്നുണ്ട് ബ്രൂഫിൽ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പം കാണുന്ന പോലെയല്ല, നല്ല തിരക്കുണ്ട്. എവിടെ പോയാലും ചിരിപ്പിച്ചും ചെയ്യും ഒരു സംഭവമാണ് കേട്ടോ. നല്ല മധുരം അത്ര തിന്നാൻ പറ്റണില്ല. പിന്നെ എന്തിനാ ഈ മധുരം വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പിന്നെന്തിനാ ഈ മധുരം വാങ്ങിയത്? ഇത് പറയേ, മധുരം എന്തിനാ പിന്നെ വാങ്ങിയത്? മധുരം തിന്നാൻ പറ്റുന്നത്, മധുരം കഴിക്കാൻ പറ്റുന്നില്ലേ മധുരം പിന്നെ എന്തിനാ വാങ്ങിയത്? പറഞ്ഞോട്ടെ, എന്തിനാ വാങ്ങിയത്? കൈ കഴുകേണ്ട സ്ഥലം. ഇത് പറയേ, മധുരം കഴിക്കാൻ പറ്റൂല കൈ കഴുകാൻ. ഇത് പറയേ. അവിടെ പ്രത്യേകിച്ച് ബ്രൂഫിലൊന്നും കഴിച്ചില്ല കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ പോയത് കേട്ടോ. അത് കാരണം അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ മോനിക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ചോക്കോബാർ എന്നിട്ട് കഴിച്ചത്. അങ്ങനെ ചോക്കോബാർ കഴിച്ചു. ആ കപ്പിലുള്ള ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവന് ഭയങ്കര വാശിയിലും കാര്യത്തിലായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഇതാ ഒരു എൻ്റെ ഫേവറേറ്റ് ആണ് പൈനാപ്പിൾ കേട്ടോ. അത് വാങ്ങാൻ കയറിയതും അവിടുന്ന് ഒരു
2 വാട്ടർ മെലോൺ ജ്യൂസ് നല്ല തണുപ്പോടെ അതും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് പോണ വഴിക്കന്നെ എളാമാൻ്റെ ഒരു വീടുണ്ട് കേട്ടോ, ഇക്കാൻ്റെ. ആ എളാമാൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ സ്വത്തുവിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി കേട്ടോ. സ്വത്തു നിലത്തേക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിലത്തേക്ക് ഇറങ്ങൂല, പോവാ പെരേക്ക് പോവാന്ന് പറഞ്ഞു കണ്ടാണ് കേട്ടോ. അങ്ങനെതാ ഇവനൊക്കെ ഇനി എങ്ങനെ സ്കൂളിൽ പോയിരിക്കാന്ന് ഒരു ഇതില്ല കേട്ടോ. പഠിച്ചാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം, അടിപൊളി രസമാണ് കേട്ടോ. ചെറിയ വീടാണ്, അടുപ്പിച്ച് സ്ഥലമേ ഉണ്ടാവില്ല കേട്ടോ. സ്ഥലം കാണത്തില്ല, വീട് ഇങ്ങനെ പെട്ടി പെട്ടി പോലെ ഉണ്ടാവും കേട്ടോ. അടിപൊളി പ്ലേസാണ്. അടിപൊളി പ്ലേസ് അല്ല, അടിപൊളി, നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ജനങ്ങൾ കൂടുതലും സ്ഥലം കുറവും അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെയുണ്ട്. സ്ഥലങ്ങൾ കാണത്തില്ല, വെറും വീടുകൾ ഇങ്ങനെ നിരന്നുണ്ടാവും കേട്ടോ, പെട്ടി പെട്ടി പോലെ. എളാമാൻ്റെ വീടിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വലുത് 3-ാം നില 4-ാം നില 5-ാം നിലയിട്ടാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സപ്പോർട്ടും എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.